നമ്മളിപ്പോൾ ഇതുവരെ 9 റിസൾട്ടുകൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള അടുത്ത സെറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൽ ഒന്നാമത്തെ റിസൾട്ടാണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. രണ്ടാമത്തത് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. അടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. അടുത്ത പഠിക്കാനുള്ള സെറ്റ് ഇതാണ്. പൈ ബൈ 2 കിട്ടുന്ന 3 ആൻസർ ഏതൊക്കെയാ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2, സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. നമുക്കിത് പഠിച്ചു വെക്കാൻ ഓർത്തെടുക്കാൻ എളുപ്പം തന്നെ. നമുക്ക് ഈ ഫംഗ്ഷൻ സൈൻ കോസിന്റെ പ്രത്യേകത എന്തോ? അതേപോലെ സൈൻ കോസ്, സീക്ക് കൊസീക്ക്, ടാൻ കോട്ട്, ഇത് കോ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ കോ ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ പൈ ബൈ 2 ആയിരിക്കും. ഏതൊക്കെയാ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2, സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. ഒന്നാമത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. നമ്മൾ ഇന്നലെ ചെയ്തിട്ട് മോഡൽ തന്നെ നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒന്നുകിൽ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സ്, ഏതെങ്കിലും ഒരെണ്ണം എടുത്തോടെ നമുക്ക് ചെയ്തു തുടങ്ങണം. അപ്പൊ ഇന്നലെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. അപ്പൊ ഞാൻ സൈൻ ഇൻവേഴ്സ് എടുത്തോളാണ്. പുട്ട് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ. സൈൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ വൈ കൊടുക്കുന്നു. സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ നമുക്കറിയാം എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ വൈ കൊടുക്കുന്നു. അപ്പൊ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ വൈ ആയിരിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ചില റിസൾട്ടുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്, കോസ് പൈ ബൈ 2 മൈനസ് എക്സ്, ടാൻ പൈ ബൈ 2 മൈനസ് എക്സ്. അങ്ങനെ ബാക്കിയുണ്ട് 3 എണ്ണം ഉണ്ട്. കൊസീക്ക് പൈ ബൈ 2 മൈനസ് എക്സ്, സീക്ക് പൈ ബൈ 2 മൈനസ് എക്സ്, കോട്ട് പൈ ബൈ 2 മൈനസ് എക്സ്. എന്തായാലും റിസൾട്ട് വരുന്നത് പൈ ബൈ 2 മൈനസ് എക്സ് ഫസ്റ്റ് ക്വാഡ്രന്റ്. പൈ ബൈ 2 മൈനസ് എക്സ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് എല്ലാം പോസിറ്റീവ് ആണ്. സോ ഇവിടെ എല്ലാം പോസിറ്റീവ് വരും. ഇനി പൈ ബൈ 2 90 ആണ്. ഓഡ് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇവിടെ എല്ലാം ഉത്തരമായിട്ട് വരേണ്ടത് കോ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ്, കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ്, ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് കോട്ട് എക്സ്, കൊസീക് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ്, സീക്ക് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് കൊസീക് എക്സ്, കോട്ട് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഈ റിസൾട്ട് ഉപയോഗിച്ചാണ് ഇതിന്റെ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ സൈൻ വൈയെ ഞാൻ മാറ്റി എഴുതാം. അപ്പോ സൈൻ എക്സിനെ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എഴുതാം. സൈൻ എക്സിനെ കോസ് പൈ ബൈ 2 മൈനസ് എക്സ്. അപ്പൊ സൈൻ വൈയെ ഞാൻ മാറ്റി എഴുതാം. സൈൻ വൈയെ കോസ് പൈ ബൈ 2 മൈനസ് വൈ എന്ന് മാറ്റി എഴുതാം. സൈൻ എക്സിനെ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതാമെങ്കിൽ സൈൻ വൈയെ കോസ് പൈ ബൈ 2 മൈനസ് വൈ എന്ന് എഴുതാം. ഇനി ഈ കോസിനെ തിരിച്ച് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരും. കോസിനെ തിരിച്ച് ഇപ്പുറത്തോടെ കൊണ്ടുവരുമ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് വൈ കിട്ടും. കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? വൈ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ വൈക്ക് പറഞ്ഞാൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കുന്നു. ഇനി ഈ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് നേരെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് നേരെ ഇപ്പുറത്ത് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആത്തില്ലയോ? അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്. മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2. ഇതേപോലെ നമുക്ക് രണ്ടാമതും ചെയ്യാം. ഇപ്പൊ സീക്ക് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? രണ്ടാമതും ചെയ്ത് കാണിക്കാം, മൂന്നാമതും ചെയ്താൽ മതി. അപ്പോ ഇതിന് ഏതൊക്കെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് എക്സ് എടുക്കുന്നു. പുട്ട് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു സീക്ക് വൈ ആയിരിക്കും. എങ്കിൽ എക്സ് ഈക്വൽ ടു നോക്കേ, സീക്ക് എക്സിനെ കൊസീക്ക് പൈ ബൈ 2 മൈനസ് എക്സ് എഴുതാം. അപ്പൊ സീക്ക് വൈ എങ്ങനെ എഴുതാം? സീക്ക് വൈയെ കൊസീക്ക് പൈ ബൈ 2 മൈനസ് വൈ എന്ന് കൊടുക്കാൻ പറ്റും. ഇനി കൊസീക്ക് തിരിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരണം. കൊസീക്ക് തിരിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് വൈ. അതായത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? വൈ എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ഇനി ആ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി ഒരു കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഉണ്ട്. മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2. മൂന്നാമത് ചെയ്യാലോ.
ഓക്കെ, നമുക്ക് അടുത്ത പഠിക്കാനുള്ള രണ്ട് റിസൾട്ടുകളാണ് tan inverse x plus tan inverse y, tan inverse x minus tan inverse y. tan inverse x plus tan inverse y ആകുമ്പോൾ ആൻസർ വരുന്നത് tan inverse x plus y divided by 1 minus x y. അത് മൈനസ് ആകുമ്പോൾ അവിടെ പ്ലസ് മൈനസ് ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി. ആൻസർ വരുന്നത് tan inverse x minus tan inverse y equal to tan inverse x minus y by 1 plus x y. നമ്മൾ ഇതുവരെ പഠിച്ച പ്രൂഫിൽ എക്സാമിൽ ഇത് ചോദിച്ചിട്ടുണ്ട്, മറ്റേത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രൂഫാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ഇത് ചെയ്ത് നോക്കാം, പ്രൂഫ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാകുന്നത് tan inverse x plus tan inverse, നല്ലൊരു മോഡലാണ് ഇത്. അതായത് നമുക്ക് ഇത് വെച്ച് പ്രോബ്ലം അല്ലാതെയും ചെയ്യാനുണ്ട്, പ്രൂഫ് മാത്രമല്ല പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പൊ tan inverse x plus tan inverse y equal to tan inverse x plus y divided by 1 minus xy. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക എങ്ങനെയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ആൾക്കാരോട് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒന്നാം ആൾ tan inverse x ഉം രണ്ടാം ആൾ tan inverse y. ഈ രണ്ട് ആൾക്കാർക്കും ഞാൻ ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. അപ്പോൾ tan inverse x ന് പകരം തീറ്റ എന്നും ആൻഡ് tan inverse y is equal to 5. tan inverse x ന് പകരം തീറ്റ എന്നും tan inverse y ക്ക് പകരം 5 എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. ഇനി നിങ്ങൾ ആലോചിച്ചു, ഓക്കെ, tan inverse x equal to തീറ്റ ആണെങ്കിൽ x equal to എന്തായിരിക്കും? tan inverse അപ്പുറത്ത് പോകുമ്പോൾ tan തീറ്റ, x equal to tan തീറ്റ ആയിരിക്കും. അതുപോലെ ഇവിടെ tan inverse y equal to 5 ആണെങ്കിൽ y equal to എന്തായിരിക്കും? y equal to tan 5 ആയിരിക്കും. ഇത്ര കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് കിട്ടിയതാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇത് tan inverse x plus tan inverse y. ഈ tan inverse x നെ നമ്മൾ തീറ്റ എന്ന് കൊടുത്തു, പ്ലസ് tan inverse y യെ 5 എന്ന് കൊടുത്തു. അപ്പൊ ഇത് ഏത് മോഡലാ? തീറ്റ പ്ലസ് 5 മോഡലാ. നമ്മൾ കഴിഞ്ഞ വർഷം sin x plus y, sin x minus y, cos x plus y, cos x minus y, tan x plus y, tan x minus y എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഉപയോഗിച്ച് അത് ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമേ ഇത് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. നമ്മൾ നോക്കിയപ്പോൾ എന്താണ് പ്ലസ്, അപ്പൊ അത് എക്സ് പ്ലസ് വൈ മോഡലാ. എക്സ് പ്ലസ് വൈ മോഡലിന് മൂന്ന് തരത്തിൽ വരാം. സൈൻ എക്സ് പ്ലസ് വൈ വരാം, കോസ് എക്സ് പ്ലസ് വൈ വരാം, ടാൻ എക്സ് പ്ലസ് വൈ വരാം. ആൻസർ എന്ത് വരണ്ടേ? ടാൻ ഇൻവേഴ്സ്. സോ തീർച്ചയായിട്ടും ഇത് ഏത് മോഡലാണ്? ടാൻ തീറ്റ പ്ലസ് ഫൈവ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ നോക്ക്, ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇത് തീറ്റ, ഇത് ഫൈവ്, ഇടയ്ക്ക് പ്ലസ്. അപ്പൊ തീറ്റ പ്ലസ് ഫൈവ് മോഡൽ. സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് റൈറ്റ് സൈഡ് നോക്കുക. ടാൻ ഇൻവേഴ്സ് ആണ്, അതിപ്പുറത്തുള്ള ടാൻ ആവും. സോ ടാൻ തീറ്റ പ്ലസ് ഫൈവ് എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ എന്ത് ടാൻ എക്സ് പ്ലസ് വൈ. ടാൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. നമ്മുടെ കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷൻ ആണ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ പ്ലസ് വൈ എന്തായിരിക്കും? ടാൻ തീറ്റ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan theta tan phi. Tan theta plus phi is equal to tan theta plus tan phi divided by 1 minus tan theta tan phi. ഇത് നോക്കിക്കോ, tan theta plus phi is equal to ഈ tan theta നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ tan theta എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ tan theta ക്ക് പകരം x എന്ന് കൊടുക്കുന്നു, പ്ലസ് tan phi എന്ന് പറയുന്നത് y ആണെന്ന് നേരത്തെ ഇട്ടുണ്ട്. അപ്പോൾ tan phi ക്ക് പകരം ഇപ്പോൾ tan theta ഉള്ളിടത്ത് x കൊടുത്തു, tan phi ഉള്ളത് y കൊടുത്തു, ഡിവൈഡഡ് ബൈ 1 അതേപോലെ എഴുതി, മൈനസ് tan theta ക്ക് പകരം x, tan phi ക്ക് പകരം y. അപ്പോൾ റൈറ്റ് സൈഡ് എന്തായിട്ട് മാറി? tan theta plus y is equal to x plus y divided by 1 minus xy എന്നായി. ആൻസർ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ theta plus y എന്തായിരിക്കും? theta plus y is equal to ഇതിന്റെ കൂടുതൽ tan നേരെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. tan നേരെ അപ്പുറത്ത് പോകുമ്പോൾ tan inverse x plus y divided by 1 minus xy ആയിട്ട് മാറും. theta plus y is equal to tan inverse x plus y by x minus. ലാസ്റ്റ് സ്റ്റെപ്പ് തീറ്റയും ഫൈക്ക് പകരം പഴയ വാല്യൂസ് ഇടുന്നു. തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? tan inverse x. സോ തീറ്റയ്ക്ക് പകരം tan inverse x പ്ലസ് ഫൈക്ക് പകരം എന്ത് വരും? ഫൈക്ക് പകരം tan inverse y is equal to റൈറ്റ് സൈഡ് എന്ത് വരും? tan inverse x plus y divided by 1 minus x. അപ്പോൾ ലാസ്റ്റ് അത് കിട്ടി. tan inverse x plus tan inverse y equal to tan inverse x plus y by 1 minus x. ഒന്നും കൂടെ ഞാൻ പറയാം, ഇത് രണ്ടെണ്ണേ ഉള്ളൂ. ഈ ഒരെണ്ണേ ഇതിനോട്
ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രൂവ് ചെയ്യുന്നത് tan inverse x plus tan inverse y equal to tan inverse x plus y by 1 minus x. ഓക്കെ, ഇവിടെ മൂന്നിടത്തും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നിൽക്കുക. അപ്പൊ ഞാൻ ഇത് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി. ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ആൾക്കാർക്കും ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഫസ്റ്റ് ടൈമിൽ തീറ്റ എന്ന് കൊടുക്കുന്നു, സെക്കൻഡ് ടൈമിൽ ഫൈ എന്ന് കൊടുക്കുന്നു. അപ്പൊ ലെഫ്റ്റ് സൈഡ് തീറ്റ പ്ലസ് ഫൈ എന്ന ഫോമിലാണ്. തീറ്റ പ്ലസ് ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് പ്ലസ് ഫൈ എ പ്ലസ് ബി എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചേക്കാം. എക്സ് പ്ലസ് ഫൈ ആണെങ്കിൽ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ എക്സ് പ്ലസ് വൈ ഉണ്ട്, കോസ് എക്സ് പ്ലസ് വൈ ഉണ്ട്, ടാൻ എക്സ് പ്ലസ് വൈ ഉണ്ട്. ഇതിൽ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തീറ്റ പ്ലസ് ഫൈ എഴുതാം. ഈക്വൽ ടു കഴിഞ്ഞിട്ട് എന്താണോ വന്നേക്കുന്നത് അയാൾ എടുത്താൽ കൊടുത്താൽ മതി. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ചെയ്യോ. സോ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് ടാൻ തീറ്റ പ്ലസ് ഫൈ. ടാൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ ആണ്. അപ്പോൾ ടാൻ തീറ്റ പ്ലസ് വൈ എന്തായിരിക്കും ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ ടാൻ ഫൈ. ടാൻ തീറ്റ പ്ലസ് ഫൈ ഈസ് ഈക്വൽ ഈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ വൈ ആണ്, ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റയ്ക്കും ടാൻ ഫൈക്കും പകരം എക്സ് വൈ കൊടുക്കും. അപ്പോൾ എക്സ് പ്ലസ് ഫൈവ് ബൈ 1 മൈനസ് എക്സ് വൈ. അപ്പോൾ തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു ടാൻ അപ്പുറത്ത് പോകും, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. അങ്ങനെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് തീറ്റയ്ക്കും ഫൈക്കും തിരിച്ചു വാല്യൂ എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഫൈവ് ബൈ 1 മൈനസ് എക്സ് വൈ. മനസ്സിലായോ? ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത 3 റിസൾട്ടിലേക്ക് പോവാം. 2 tan inverse x equal to sin inverse 2x divided by 1 plus x square. 2 tan inverse x equal to cos inverse 1 minus x square divided by 1 plus x square. 2 tan inverse x equal to tan inverse 2x divided by 1 minus x square. അടുത്ത പഠിക്കുന്ന 3 റിസൾട്ട് ആണ് ഇത്. 3ന്റെയും ലെഫ്റ്റ് സൈഡ് 2 tan inverse x ആണ്. 2 tan inverse x equal to sin inverse വരുമ്പോൾ 2x divided by 1 plus x square, cos inverse 1 minus x square by 1 plus x square, tan inverse 2x divided by 1 minus x square. ഇതിന്റെ പ്രൂഫിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ കുറെ പ്രോബ്ലംസ് ചെയ്യുന്നത് ഇതിന്റെ പ്രൂഫ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. സോ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമുക്ക് ഒന്നാമത് നോക്കാം. 2 tan inverse is equal to sin inverse 2x by 1 plus x square. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് അല്ല റൈറ്റ് സൈഡ് എടുത്ത് ചേർന്നാൻ പോകുന്നത്. ഒന്നാമത്തെ റൈറ്റ് സൈഡ് ആണ് sin inverse 2x divided by 1 plus x square. ഓക്കെ, ഇത് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെ നോക്കാം. മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നോക്കി, ഇപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് 2x divided by 1 plus x square എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് കിടക്കുന്നത്. നിങ്ങളിവിടെ എക്സിന് പകരം ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ സൈൻ കൊടുക്കുക, എക്സിന് സൈൻ തീറ്റ കൊടുക്കാം, എക്സിന് കോസ് തീറ്റ കൊടുക്കാം, ടാൻ തീറ്റ കൊടുക്കാം, കൊസീക്ക് സീക്ക് കോട്ട് ഏത് വേണമെങ്കിലും കൊടുക്കുക. കൊടുത്തതിന് ശേഷം അത് വായിച്ചു നോക്കുക. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഇക്വേഷന്റെ ഫോമിൽ വരികയാണെങ്കിൽ അതായിരിക്കണം കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ എക്സിന് പകരം ആദ്യം സൈൻ കൊടുക്കാൻ പോവാം. അത് വായിച്ചു നോക്കുക. എന്തായിരിക്കും 2 sin theta divided by 1 plus sin square theta. അങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല ഇതുവരെ. x ന് cos theta കൊടുത്ത് നോക്കുക. x ന്റെ cos theta കൊടുക്കുമ്പോൾ 2 cos theta divided by 1 plus cos square theta. അത് നമ്മൾ പഠിച്ചില്ല. x ന് tan theta കൊടുത്തു കഴിഞ്ഞാലോ x ന് tan theta കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 2 tan theta divided by 1 plus tan square theta. 2 tan theta divided by 1 plus tan square theta. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എവിടെയാണ് ഓർമ്മയുണ്ടോ? ഇത് sin 2 theta റിസൾട്ട് ആണ്. sin 2x ന് രണ്ട് ഇക്വേഷൻ പഠിച്ചിരുന്നു. sin 2x equal to 2 sin x cos x ഉം 2 tan x divided by 1 plus tan square x. അത് ഒരു മോഡലിലെ 2 tan theta divided by 1 plus tan square theta. അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ x ന് പകരം ഞാൻ tan theta കൊടുത്താൽ എനിക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. x equal to tan theta. x equal to tan theta ആണെങ്കിൽ theta equal to എന്തായിരിക്കും? tan ഇപ്പുറത്ത് വരും. x equal to tan theta ആണെങ്കിൽ അതിന്റെ കൂടെ തന്നെ എഴുതി വെച്ചിരിക്കണം theta equal to tan inverse x ആണ്. ഇനി ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കുന്നു. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ് മാറും? sin inverse 2 tan theta divided by 1 plus tan square theta is equal to sin inverse. ഈ 2 tan theta divided by 1 plus tan square theta എന്ന് പറയുന്നത് sin 2 theta ആണ്. അപ്പോൾ sin inverse sin 2 theta. നമുക്ക് sin inverse sin ഒരു ഇൻവേഴ്സും ഒരു ഫംഗ്ഷനും അടുത്ത് പോയതിനായിട്ട് ക്യാൻസൽ ആയി പോകത്തില്ലേ?
സോ ഈ സൈൻ ഇൻവേഴ്സും സൈൻ കൂടെ എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് 2 തീറ്റ. ഒരു ഇൻവേഴ്സ് ഫംഗ്ഷനും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനും അടുത്തുള്ളത് ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് 2 തീറ്റ 2 തീറ്റ എഴുതി ഇസ് ഈക്വൽ ടു 2 തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞാൽ tan inverse x ആണ്. അപ്പൊ ഈ മൂന്ന് പ്രൂഫും നമ്മൾ ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. ഒന്നാമത്തെയാണ് sin inverse 2x divided by 1 plus x square. നോർമലി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അവിടെ എക്സിന് പകരം നിങ്ങൾ ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പറഞ്ഞു നോക്കുക. അപ്പോൾ ഒരുവിധപ്പെട്ട നമ്മൾ പഠിച്ച ഇക്വേഷൻ, അത്യാവശ്യം വേണ്ട ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം, പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ എക്സിന് കഴിഞ്ഞാൽ സൈൻ തീറ്റ കൊടുത്ത് കോസ് തീറ്റ കൊടുത്ത് ശരിയായ ടാൻ തീറ്റ കൊടുത്തപ്പോൾ എന്താണെന്ന് മനസ്സിലായി, സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ ആണെന്ന് പറയും. അപ്പൊ എക്സ് ഈക്വൽ ടാൻ തീറ്റ കൊടുത്താൽ തീറ്റ ഈക്വൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. അപ്പൊ ചോദ്യം എന്തായിട്ട് മാറും, സൈൻ ഇൻവേഴ്സ് 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. സൈൻ ഇൻവേഴ്സും സൈനോട് ക്യാൻസൽ ആവും, ബാക്കിയുള്ളത് 2 തീറ്റ. 2 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. ഇതേ മോഡൽ തന്നെയാണ് രണ്ടാമത്തേതും. രണ്ടാമത്തെ എക്സിലാണ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇത് മറ്റൊരു രീതിയിൽ നോക്കാം. ആൻസർ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി അറിയാമല്ലോ, ഇവിടെ കിട്ടുന്ന ആൻസർ എന്താ, ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് കിട്ടേണ്ടത്. അപ്പൊ ആൻസർ അറിയാമെങ്കിൽ അത് തന്നെയായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ഇവിടെ ആൻസർ 2 ടാൻ ഇൻവേഴ്സ് എക്സ് കിട്ടണം. സോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കണം, എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇപ്പൊ സപ്പോസ് ഇവിടെ കിട്ടേണ്ട ആൻസർ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ കൊടുക്കേണ്ടത്, അവിടെ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം വേറെ എന്തെങ്കിലും ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് ആണ് കിട്ടുന്നതെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്തായിരിക്കണം, അപ്പോൾ എക്സ് ഈക്വൽ കോസ് തീറ്റ. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം അറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കാൻ ഡയറക്റ്റ് ഒന്ന് കൊടുത്താലും മതി. ഇപ്പൊ അങ്ങനെ ഡയറക്റ്റ് കൊടുക്കുവാണെങ്കിൽ ഇവിടെയും കൊടുക്കേണ്ടത് എന്ത് തന്നെയാണ്, ഇവിടുത്തെ ആൻസർ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് കിട്ടേണ്ടത്. സോ ഇവിടെയും കൊടുക്കേണ്ടത് എക്സ് ഈക്വൽ ടു എക്സിന് പകരം കൊടുക്കേണ്ടത് ടാൻ തീറ്റ തന്നെയാണ്. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ മാറുന്നത് കോസ് ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ is equal to cos inverse 1 minus tan square theta by 1 plus tan square theta എന്നത് cos 2 theta ആണ്. cos inverse cos 2 theta is equal to 2 theta എന്ന് കിട്ടും. is equal to 2 theta ക്ക് വരാൻ കൊടുത്താൽ മതി, theta ക്ക് വരാൻ tan inverse x കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്ത് തന്നെയാണ്, 2 tan inverse x ആണ്. നമ്മുടെ ഇക്വേഷൻസ് ഓർത്ത് നോക്കിയാൽ ഇതറിയാലോ, 1 minus tan square theta by 1 plus tan square theta ഫസ്റ്റ് ഇയർ പഠിച്ചില്ലായിരുന്നോ. cos 2x ന് എത്ര റിസൾട്ട്, 4. cos 2x എന്ന് പറഞ്ഞാൽ cos square x minus sin square x, 2 cos square x minus 1 minus 2 sin square x അല്ലേ. cos square x minus sin square x, 2 cos square x minus 1 minus 2 sin square x, 1 minus tan square x by 1 plus tan square x. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് cos 2 theta ആണ്, ക്യാൻസൽ ആയപ്പോൾ 2 theta കിട്ടും, അതായത് 2 tan inverse x. മൂന്നാമത്തെ ഞാൻ ചെയ്തേക്കാം. മൂന്നാമത് 2 tan inverse x equal to tan inverse 2x by l. അപ്പോൾ tan inverse 2x divided by 1 minus x square. തീർച്ചയായിട്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് കിട്ടുന്ന ആൻസർ 2 tan inverse x ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ tan theta എന്ന് കൊടുത്താൽ അപ്പോൾ x equal to tan theta. x equal to tan theta ആണെങ്കിൽ theta equal to എന്തായിരിക്കും, theta equal to tan inverse x ആയിരിക്കും. അപ്പോൾ ചോദ്യം എന്തായിട്ടാണ് മാറുന്നത്, ചോദ്യം tan inverse 2 tan theta divided by 1 minus tan square theta is equal to tan inverse tan 2 theta. 2 tan theta divided by 1 minus tan square theta is tan 2 theta. tan 2x ന്റെ റിസൾട്ട് 2 tan x divided by 1 minus tan square x പഠിച്ചിട്ടുള്ളതല്ലയോ. അപ്പോൾ ഇവിടെ ക്യാൻസൽ tan x ആണ് ക്യാൻസൽ ആയപ്പോൾ 2 theta എന്ന് കിട്ടും. 2 into theta എന്ന് പറഞ്ഞാൽ ആരാണ്, theta എന്ന് പറഞ്ഞാൽ tan inverse x. മൂന്ന് പ്രൂഫ് ആയില്ലേ. ഓക്കെ, അടുത്ത രണ്ട് റിസൾട്ടിലേക്ക് പോവുകയാണ്. അടുത്ത രണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈൻ ഓഫ് sin inverse x equal to അതേപോലെ sin inverse of sin x equal to. രണ്ടിന്റെ ആൻസർ നമുക്കറിയാം. ഞാൻ കുറച്ചുകൂടി പറഞ്ഞതാണ്, ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇൻവേഴ്സ് എടുത്തിട്ട് വന്നാൽ രണ്ടോടെ ക്യാൻസൽ ആയി പോകണം. അപ്പോൾ ഇവിടെ സൈനും സൈൻ ഇൻവേഴ്സും ക്യാൻസൽ ആയി പോയിട്ട് x കിട്ടും, ഇവിടെയും സൈൻ ഇൻവേഴ്സും ക്യാൻസൽ ആയി പോയിട്ട് x കിട്ടും. പക്ഷേ ഇവിടെ ഈ കിട്ടിയ എക്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിടത്ത് ഒരേ ആൻസർ ആണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ x എന്താ, ഈ സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞിട്ടാണ് x വന്നിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞിട്ട് വരുന്നത് എന്തുവാ, ഒരു വാല്യൂ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ട് 1/2 √3/2 അല്ലെങ്കിൽ 1/√2 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ലേ, ആ വാല്യൂ ആണ് ഇവിടെ വരേണ്ടത്, എക്സിന്റെ സ്ഥാനത്ത് വരേണ്ടത്. ഇവിടെ x ഒരു വാല്യൂ ആണ്. ഇവിടുത്തെ എക്സോ, ഇത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എക്സ് എടുക്കുന്നത്. സോ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ഒരു ആംഗിൾ. അപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ, ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്തുവാണ്, വാല്യൂ മീൻസ് മനസ്സിലാക്കാൻ എന്താണെന്ന്. അതേപോലെ ഇവിടുത്തെ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആംഗിൾ ആണ്. അപ്പൊ നമ്മുടെ ഓർത്തിരിക്കണം. അപ്പൊ ടോട്ടല് 19 റിസൾട്ടും കഴിഞ്ഞു. ഇതിന് പ്രൂഫ് ഒന്നും വേണ്ട, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ 19 റിസൾട്ടും കഴിഞ്ഞു. നമുക്ക് 19 റിസൾട്ട് ഒരുമിച്ച് എഴുതി
ഒന്ന് നോക്കാം. ഓക്കെ, റിസൾട്ട് ഒരുമിച്ചിട്ട് നോക്കാം. ഞാൻ എഴുതാൻ ഉത്തരങ്ങൾ പറഞ്ഞ് നോക്കുക. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച റിസൾട്ട് എന്തായിരുന്നു? ആദ്യം പഠിച്ച റിസൾട്ട് സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് x cos inverse 1/x equal to sec inverse x tan inverse 1/x equal to cot inverse x ആദ്യത്തെ മൂന്നെണ്ണമാണ് ഇത്. അടുത്ത മൂന്നെണ്ണം ഏതൊക്കെയാണ്? sin inverse of minus x equal to minus sin inverse x, cosec inverse of minus x equal to minus cosec inverse x, tan inverse of minus x equal to minus tan inverse x. അടുത്ത മൂന്നെണ്ണം. അപ്പം 3 3 6 ആയി. അടുത്തത് cos inverse of minus x equal to pi minus cos inverse x, sec inverse of minus x equal to pi minus sec inverse x, cot inverse of minus x equal to pi minus cot inverse x. ഒമ്പതെണ്ണമായി. അടുത്തത് sin inverse x plus cos inverse x equal to pi/2, sec inverse x plus cosec inverse x equal to pi/2, tan inverse x plus cot inverse x equal to pi/2. അടുത്തത് tan inverse x plus tan inverse y is equal to tan inverse x plus y divided by 1 minus xy, tan inverse x minus tan inverse y is equal to tan inverse x minus y divided by 1 plus xy, 2 tan inverse x equal to sin inverse 2x divided by 1 plus x square, 2 tan inverse x equal to cos inverse 1 minus x square by 1 plus x square, 2 tan inverse x equal to tan inverse 2x divided by 1 minus x square, sin inverse of sin x equal to x, sin of sin inverse x equal to x. ഞാൻ ഇത് സൈൻ്റെ മാത്രമേ എഴുതുള്ളൂ. ഇത് ബാക്കിയുള്ള എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനും ഇത് ബാധകമാണ്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ഫുൾ ഇക്വേഷൻസ്. എല്ലാം ചെയ്ത് നോക്കുക, പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്തു നോക്കാം.